ചത്താലും ബീഫ് കഴിക്കൂല എന്ന് പറയുന്ന ആളുടെ വായിൽ ബീഫ് കുത്തി നിറച്ച് അവരെ കൊണ്ട് തീറ്റിപ്പിക്കുന്ന ആൾക്കാരാണ് പോലും കേരളത്തിലുള്ളത്. കേരള സ്റ്റോറിന്റെ പ്രമേയം ഇതാല്ലേ, ഞാനും കണ്ട്. അത്രത്തോളം വർഗീയവാദം വെച്ചു പുലർത്തുന്ന മനുഷ്യന്മാരാണ് കേരളത്തിൽ ജീവിക്കുന്നത് എന്നാണ് കേരള സ്റ്റോറിയിലൂടെ പറയുന്നത്. സംഭവം ഫ്ലോപ്പായില്ലേ, തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ഫുള്ള് എല്ലാരും അടിച്ചോടിക്കാനുള്ള. അപ്പൊ ഇതോ നീ കണ്ടിനാ കേരള സ്റ്റോറി? കേരള സ്റ്റോറിയാ? കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കേരളത്തിനെ കരിവാരിത്തേക്കാണ്ടല്ലേ. ആ ഇത് കുറച്ചു ദിവസം മുമ്പ് കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. ഒരു ഹൈന്ദവ സഹോദരിയുടെ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചത് മുസ്ലിം പള്ളിയിൽ. 2025 ഓണവും തീർത്തിനും ഒരുമിച്ച് വന്നപ്പോഴുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതല്ലേ. പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന മീലാദ് റായിലേക്ക് അഭിവാദ്യങ്ങളായിട്ട് സമ്മാനങ്ങളായിട്ട് വരുന്നത് ആരാണ്? മാവേലി. അതുപോലെ ശ്രീകൃഷ്ണ ജയന്തിയിൽ നിന്നുള്ള നല്ല കാഴ്ചകൾ കണ്ടതല്ലേ. മീലാദ് പ്രോഗ്രാം കാണാൻ വേണ്ടി വളരെ ആവേശത്തോടു കൂടി വളരെ കൗതുകത്തോടു കൂടി നിൽക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളുടെ വീഡിയോ നമ്മള്. നിങ്ങൾ വേറെ ഏത് ഇന്ത്യയിൽ എന്ത് സംസ്ഥാനത്തിൽ വർഗീയവാദം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിൽ ആ വർഗീയ വിത്ത് മുളക്കൂല മോനെ. കാരണം വെച്ചാല് അത്രത്തോളം ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനും ആരായി കഴിഞ്ഞാലും എല്ലാവരും മതസ്നേഹത്തോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുലർത്തി പോകുന്നതാണ്. അതിന്റെ ഇടയിൽ ഈ കേരള സ്റ്റോറി പറയുന്നതെല്ലാം പറഞ്ഞിട്ട് ഓരോ അപരാധങ്ങൾ സൃഷ്ടിച്ച് വിട്ടിട്ട് ഓരോ അജണ്ടയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് കണ്ടതല്ലേ. കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല. മമ്മദിന്റെ ചായപ്പീടിയെന്ന് എന്താ പറയാ, കൃഷ്ണൻ ചായ കുടിക്കും. പിന്നെ അതേപോലെ തന്നെ കൃഷ്ണന് ചായ കുടിക്കാൻ പൈസ ഇല്ലെങ്കിൽ അവിടെ എന്താ പറയാ ഒരു വേറെ ഏതെങ്കിലും മതത്തിലുള്ള ആൾക്കാര് കേരളത്തിന് റമദാനെ കുറിച്ച് ഒരു വീഡിയോ സമയത്ത് അതിലൊരു ഹൈന്ദവ സഹോദരി കമന്റ് ചെയ്ത് ഇങ്ങനെയാണ്: ഞാൻ ഒരു ഹിന്ദുവാണ്, ബട്ട് ഐ ആം വെയിറ്റിംഗ് ഫോർ റമദാൻ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽപ്പെട്ട ഒരു ഹൈന്ദവ സഹോദരനായ അർജുനെ രക്ഷിക്കാൻ വേണ്ടി മണ്ണിന് മേലിൽ നിന്ന് പ്രയത്നിച്ചവൻ മുസ്ലിമായ മനാഫാണ് മാസങ്ങളോളം. ഇതൊക്കെയാണ് റിയൽ കേരള സ്റ്റോറി. സത്യം കേസ് എന്താ